നമസ്കാരം. പുതുതായിട്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. സാധാരണ എല്ലാ യൂട്യൂബേഴ്സും തുടക്ക സമയത്ത് ഫേസ് ചെയ്യുന്നതാണ്. ഒന്ന്, വ്യൂ ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, പിന്നെ നാട്ടുകാരുടെ കുറ്റം പറച്ചില്, വീട്ടുകാരുടെ കുറ്റം പറച്ചില്, ഇതൊക്കെ കേട്ടിട്ടുള്ളവരായിരിക്കും ഇന്ന് പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കുന്ന എല്ലാ യൂട്യൂബേഴ്സും. നിങ്ങൾ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ആകരുത്. നിങ്ങൾ ചെയ്യുന്ന വർക്ക് കണ്ടിന്യൂസ് ചെയ്തു പോവുക. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളോടൊന്നും നിങ്ങൾ കേട്ട് വെച്ചേക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതിൽ ഞാൻ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് വേണം യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റന്റ് ആയിരിക്കണം. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു തുടക്ക സമയത്ത് കുറച്ചൊരു റീച്ചിലേക്ക് എത്താൻ പറ്റും, ഒരു എവർഗ്രീൻ കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ചാനലിലേക്ക് വ്യൂ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. ഈ വീഡിയോയ്ക്ക് ഒരു 500 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അത് 1000 ആയാലും എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു യൂട്യൂബർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബിലേക്ക് വരികയാണെന്ന്, പേഷ്യൻസ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്കൊരു ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ ഇങ്ങോട്ട് വന്നു, ഒരു 10 വീഡിയോ ഇട്ടു അല്ലെ 20 വീഡിയോ ഇട്ടു, വ്യൂ കിട്ടുന്നില്ല, അപ്പോഴത്തേക്ക് ആകെപ്പാടെ നിങ്ങൾ ടെൻഷനായി, നിങ്ങൾ ഇത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് ഇത് കളഞ്ഞിട്ട് പോകുന്ന, ഒരു ഡീമോട്ടിവേറ്റ് ആയി പോകുന്ന ഒരു അവസ്ഥ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആ ഒരു ചിന്തയിലാണ് നിങ്ങളിവിടെ, അതായത് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഉണ്ടാക്കി ലക്ഷ്യങ്ങൾ ഇവിടെ നിന്ന് കൊയ്യാം എന്നുള്ള ആഗ്രഹത്തിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കത്തില്ല. കാരണം ഇവിടെ പേഷ്യൻസോട് കൂടി നമ്മൾ കറക്റ്റ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പോൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവിടെ റീച്ച് ഉണ്ടാക്കാൻ പറ്റും. ഫേസ്ബുക്ക് എനിക്ക് തോന്നുന്നു യൂട്യൂബുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കുറച്ചുകൂടി ഈസിയാണ്. അവിടെ ഈ പറയുന്ന SEO കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആകുന്ന ഒരു മേഖലയല്ല അവിടെ. പക്ഷേ യൂട്യൂബ് അങ്ങനെയല്ല. യൂട്യൂബ് കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ആണ് വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. അപ്പം യൂട്യൂബിൽ കുറച്ച് പേഷ്യൻസ് വളരെ അത്യാവശ്യമാണ്. ചിലർ 10, 20, 30, 50 വീഡിയോസ് ഒക്കെ ഇട്ട്, 50 വീഡിയോ ഇട്ട് നിങ്ങൾ 50ാമത്തെ വീഡിയോ ഇട്ട് ഇതിന് വ്യൂ വരുന്നില്ലെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തി പോകാണെന്നും കണ്ട് നിങ്ങൾ ഈ 50ാമത്തെ വീഡിയോയിൽ സ്റ്റോപ്പ് ചെയ്തു എന്ന് വിചാരിക്കും. ചിലപ്പം നിങ്ങളുടെ ആ ഒരു ചാനലിന്റെ ഭാഗ്യം ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വൈറലാകാൻ പോകുന്ന വീഡിയോ 51ാമത്തെ വീഡിയോ ആയിരിക്കാം. മനസ്സിലായോ? പക്ഷേ നിങ്ങൾ 50ാമത്തെ വീഡിയോയിലെ പരിപാടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങും എത്തത്തില്ല. ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്രിയേറ്റർ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് കണ്ടു. ഏകദേശം പുള്ളി ഇട്ടേക്കുന്ന പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് 3ഉം 4ഉം വ്യൂ വന്നുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടപ്പോൾ. പക്ഷേ ഇന്ന് 3.5 കോടി ടോട്ടൽ വ്യൂ, ഇത്ര നാൾ കൊണ്ട് ടോട്ടൽ 3.5 കോടിയോ 4 കോടിയോ വ്യൂസ് ആളുകൾ അവരുടെ വീഡിയോ വാച്ച് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞേക്കുന്നത്, ഈ 3 വ്യൂവും 4 വ്യൂവും വന്നപ്പോൾ ഞാൻ ഡിമോട്ടിവേറ്റ് ആയിട്ട് ഈ പരിപാടി നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് 3.5 കോടി ആളിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല എന്നുള്ള പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടേക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അപ്പം ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പേഷ്യൻസോട് കൂടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറയുന്ന പോലെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏത് വീഡിയോ ആയിരിക്കും വൈറലാകാൻ പോകുന്നത്, ഏത് വീഡിയോയിലൂടെ ആയിരിക്കും നമ്മുടെ ചാനൽ രക്ഷപ്പെടാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ചാനലുകളുണ്ടല്ലോ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ ഒരുപാട് വ്യൂ ഒക്കെ ഉള്ള ചാനലുകൾ. ഈ ചാനലിൻ്റെ ഒക്കെ തലവരെ മാറ്റിയ ഒരു വീഡിയോയോ 2 വീഡിയോയോ ഒക്കെ കാണും അവരുടെ ചാനലിൽ. ആദ്യ സമയത്ത് വൈറലായ വീഡിയോകൾ കാണും. ആ വീഡിയോ വൈറലായതിലൂടെ ആയിരിക്കും അവരുടെ ചാനൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതുവരെ ആ വൈറലാകുന്ന കണ്ടന്റിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ക്ഷമയോടെ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് യൂട്യൂബിലേക്ക് വരുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ ലെങ്ത് കൂടി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അടുത്ത പോയിന്റിലേക്ക് കടക്കുക. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി. നമ്മൾ എത്ര പേഷ്യൻസോട് കൂടി വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും കൺസിസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ തീർന്ന്. എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയക്കും, ചേട്ടാ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് 4 വർഷമായി, 5 വർഷമായി, എനിക്ക് ഇതുവരെ രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ള വ്യൂ ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ഇങ്ങനെ എനിക്ക് ഈ സംഭവങ്ങൾ ഇഷ്ടം പോലാണ് ആളുകൾ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമെയിൽ IDയിലോട്ടൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കും. ഞാൻ ഇമെയിലിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അത് തിരിഞ്ഞു നോക്കാറില്ല. ഞാനത് ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം നമുക്ക് ഓൾറെഡി ഒന്നിൽ കമന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ബിസിനസ് ആവശ്യത്തിന് വെച്ച് കേൾക്കുന്ന മെയിൽ IDയിലും നിങ്ങൾ ഇങ്ങനെ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചില കേസുകൾ മാത്രം അത്ര അത്യാവശ്യം എന്ന് എനിക്ക് തോന്നുന്നു മാത്രമേ ഞാൻ റെസ്പോണ്ട് ചെയ്യാറുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെയിൽ ചെയ്യാതിരിക്കുക, മെസ്സേജ് ചെയ്യുക. ഓക്കെ. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന പലരും പറയുന്ന കാര്യം, അവരുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ചാനലിൻ്റെ സെറ്റിംഗ്സിൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ചാനൽ വരുത്തേണ്ടതെന്നൊക്കെ നോക്കാൻ പറയും. അപ്പോൾ ഞാൻ മിക്ക ചാനലുകളും കയറി നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇവരാരും കൺസിസ്റ്റൻ്റ് അല്ല. ഇവരാരും യൂട്യൂബിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കണം, ഇങ്ങനെയൊന്നുള്ള മൈൻഡോട് ഇടുന്നവരേ അല്ല വീഡിയോസ്. അവരവരുടെ തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചിട്ട്
ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, എനിക്ക് ഇന്ന് വൈറലാകാം, നാളെ വൈറലാകാം, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ പെട്ടെന്ന് സക്സസ് ആവും, എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും നോക്കിയിരിക്കുന്നത് വെറുതെ അവർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. മനസ്സിലായി? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചെക്ക് ചെയ്തപ്പം 4 വർഷം മുമ്പ് ഒരു 5-8 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം വീണ്ടും ഒരു ഉൾവിളി ഉണ്ടായെന്ന് തോന്നുന്നു, വീണ്ടും ഞാൻ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ 4 വർഷം എന്തെടുക്കുകയായിരുന്നു, ഈ 4 വർഷം വീഡിയോ ഇടാത്ത ഒരാൾ പെട്ടെന്ന് ഇപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി അവർ എന്ത് ചെയ്യാൻ പോവുകയാണെന്നൊന്നും എനിക്കറിയത്തില്ല. വീണ്ടും ഞാൻ വീഡിയോ ഇടാൻ പോവുകയാണ്, ചേട്ടൻ്റെ ടിപ്സോ എല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം, എങ്ങനെ എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് അവിടെയും കോൺഫിഡൻറ്റ് അല്ല അവരെ. ചിലപ്പോൾ അവരെ 4 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ചാനൽ ഇന്നും അത് റൺ ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് ആ ചാനൽ 4 ലക്ഷം ഫോളോവേഴ്സ് ആയിരുന്നു. മനസ്സിലായി? നമ്മൾ ആരും ഈ പറയുന്നില്ല, നമുക്ക് ആർക്കും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ നമുക്ക് ആർക്കും കഷ്ടപ്പെടാനും വയ്യ. പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വൈറലാകണം, എങ്ങനെയെങ്കിലുമൊക്കെ കുറെ പൈസ ആകണം, ഈ ഒരു മൈൻഡാണ് മിക്ക ആളുകൾ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും നല്ല കുറച്ച് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുന്ന മിക്ക ആളുകളും പെട്ടെന്ന് എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കാം, പെട്ടെന്ന് വ്യൂ ഉണ്ടാക്കാം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പെട്ടെന്ന് പൈസ ഒന്നും ഉണ്ടാക്കാൻ യൂട്യൂബിലൂടെ പറ്റത്തില്ല. നമ്മളിവിടെ കറക്റ്റ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി 2 വീഡിയോ 3 വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നല്ല, ഡെയിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. എല്ലാ ദിവസവും ഓരോ വീഡിയോകൾ, അതാണ് നിങ്ങളുടെ പാറ്റേൺ എങ്കിൽ ആ ഒരു പാറ്റേൺ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. ഇനിയും ആഴ്ചയിൽ 2 വീഡിയോ ആണെങ്കിൽ ആ ഒരു പാറ്റേണിൽ പോവുക. എൻ്റെ അഭിപ്രായത്തിൽ ആൾട്ടർനേറ്റ് ഡേ എങ്കിലും നിങ്ങൾ വീഡിയോകൾ ഇടാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും തുടക്ക സമയത്ത് നല്ലത്. ഡെയിലി ഇടണമെന്നില്ല, ആൾട്ടർനേറ്റ് ഡേ വീഡിയോ ഇടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഒരു ദിവസം വിട്ട് അടുത്ത ദിവസം വീഡിയോ ഇട്ട് പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഈ ഒരു ടോപ്പിക് ഓൾറെഡി പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് പോയതാണ്, അതുകൊണ്ട് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇനി തുടക്ക സമയത്ത് ഈ പറയുന്ന 5ഉം 10ഉം 20ഉം വ്യൂ വരുന്നു, 10ഓ 50ഓ സബ്സ്ക്രൈബേഴ്സും കാണും. ഇത് കാണുന്നുണ്ടെങ്കിൽ കുറച്ചൊരു 10, 15, 20 വീഡിയോസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മടുക്കും. കാരണം നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്ര സബ്സ്ക്രൈബേഴ്സായി, എത്ര വ്യൂ ആയി, എത്ര ലൈക്ക് വന്നു, എത്ര കമന്റ് വന്നു. ഇത് നോക്കുമ്പം സത്യത്തിൽ നമ്മളെ മെന്റലി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്ന, നമ്മളെ ഡൗൺ ചെയ്യുന്ന, നമ്മളെ ഭയങ്കര സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. നമ്മളെപ്പോഴും യൂട്യൂബിന്റെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഇങ്ങനെ റീഫ്രഷ് ചെയ്യുന്നത്, യൂട്യൂബ് ചാനലിൽ കയറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം എന്താ പറയുക, അവിടെ നമുക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ആ ഒരു ചിന്തയൊക്കെ പോകും. കാരണം നമ്മൾ തുടക്ക സമയത്ത് വീഡിയോ ഇടുമ്പോൾ എന്തായാലും വ്യൂ വരത്തില്ല, വളരെ കുറവേ കാണും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങ് ഡീമോട്ടിവേറ്റ് ആവും, ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല, ഇനി ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ വരും. അതേപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. എന്തെങ്കിലും നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാം. കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ സക്സസ് അല്ല എന്നൊരു തോന്നൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇത് നോക്കുന്നുണ്ട്. മനസ്സിലായി? അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചെയ്ത വർക്കുകൾക്ക് എന്താണ് റിസൾട്ട് വന്നതെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ നോക്കിയാലും ഇല്ലെങ്കിലും ആ റിസൾട്ട് എന്താണോ അത് സംഭവിച്ചിരിക്കും. മനസ്സിലായോ? നിങ്ങൾ നോക്കുന്നതുകൊണ്ട് ആ വീഡിയോ വൈറലാകുകയോ നിങ്ങൾ നോക്കാതിരിക്കുന്നത് കൊണ്ട് ആ വീഡിയോയുടെ വ്യൂ കുറയുകയോ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു വർക്ക് ചെയ്തെങ്കിൽ അത് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് അതിനെ വിട്ടേക്ക്, അതിന്റെ പുറകെ നിൽക്കണ്ട. നിങ്ങൾ അടുത്ത വർക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അടുത്തതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അതായിരിക്കും ഏറ്റവും നല്ല ഒരു പരിപാടി. അല്ലാതെ നിങ്ങൾ ഒരു വീഡിയോ ചെയ്ത് അതിന്റെ പുറകെ നിന്ന് നിങ്ങളുടെ വെറുതെ സമയം നഷ്ടപ്പെടുത്തുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യരുത്. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് ഇത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇവിടെ ഇതൊന്ന് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. ഓക്കെ, അടുത്തായിട്ട് പറയാനുള്ളത്, അതായത് പലരുടെ ഒരു വിചാരം യൂട്യൂബിൽ വന്നു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നൊരു ചിന്ത കാണുമല്ലോ. നമ്മളിപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും ആളുകളുടെ മനസ്സിൽ, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാൽ മതി എന്നാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് നല്ല ക്വാളിറ്റിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ക്രിയേറ്റേഴ്സും നല്ല രീതിയിൽ എഫോർട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് അവർ ആ കണ്ടന്റ് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതായത് നമ്മളിപ്പം ചില വീഡിയോകളൊക്കെ കാണുമല്ലോ, അത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ അതിനുവേണ്ടി എടുത്ത എഫോർട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് അതിന്റെ എഡിറ്റിംഗ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു വീഡിയോ നല്ല രീതിയിൽ ഒരു 10 മിനിറ്റുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ നല്ല എഫോർട്ട് ഉണ്ട്. നമ്മൾ 1 ദിവസം 2 ദിവസം 3 ദിവസം ഒക്കെ ചിലപ്പോൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശരിക്കും എഫോർട്ട് എടുക്കുന്നുണ്ട്, പൈസ മുടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും, നിങ്ങൾക്കിപ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് സാലറി കിട്ടുന്ന ഒരു ജോലി നിങ്ങൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ഞാൻ യൂട്യൂബർ ആയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. കാരണം ഇവിടെ സക്സസിന്റെ
ഒരു സാധ്യത 50-50 ഉള്ളൂ. ചിലപ്പം നിങ്ങൾ നല്ല കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ സക്സസ് ആകാൻ സാധിച്ചു എന്ന് വരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫിക്സഡ് എമൗണ്ട് കിട്ടുന്ന സാലറിയും നഷ്ടപ്പെടും, അതായത് ജോലിയും നഷ്ടപ്പെടും, നിങ്ങൾക്ക് യൂട്യൂബും ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇവിടെ എപ്പോഴും യൂട്യൂബിനെ നിങ്ങളൊരു സൈഡ് ബിസിനസ് ആയിട്ട് തന്നെ കൊണ്ടുപോകാം. ഇവിടെ നിന്ന് അതായത് യൂട്യൂബിൽ നിങ്ങൾ സൈഡ് ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിക്സഡ് എമൗണ്ട് അല്ലെങ്കിൽ ഒരു വലിയ ഫ്ലക്ച്വേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു എമൗണ്ട് എല്ലാ മാസവും ഉണ്ടാക്കാൻ സാധിക്കുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് യൂട്യൂബിനെ നിങ്ങളുടെ മെയിൻ ജോബായിട്ട് മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് നിങ്ങൾ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പഠിത്തം വിട്ടിട്ട് ഇനിയിപ്പം യൂട്യൂബിൽ നിന്ന് എത്ര പൈസ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എത്ര പൈസ ലക്ഷങ്ങൾ ഒരു മാസം നിങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ, എന്നാലും നിങ്ങൾ ഒരു കാരണവശാലും പഠിത്തം കളഞ്ഞിട്ട് യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെയോ ഇൻസ്റ്റാഗ്രാമിന്റെയോ പുറകെ പോകരുത്. പഠിത്തത്തിനോടൊപ്പം തന്നെ നിങ്ങൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുപോകുക. പക്ഷേ പഠിത്തം ഒരിക്കലും അതിൽ ശ്രദ്ധ കളഞ്ഞിട്ട് ഒരിക്കലും ഇതിന്റെ പുറകെ പോകരുത്. കാരണം ഫൈനലി നമ്മൾ എന്താണോ പഠിച്ചിരിക്കുന്നത്, നമുക്ക് എന്താണോ അതിൽ നിന്നൊരു ജോലി കിട്ടുന്നത്, അത് നമ്മുടെ കയ്യിൽ വേണം. അവസാനം നമ്മൾ എന്താണോ പഠിച്ച് നമ്മുടെ കയ്യിൽ ആ ഒരു ജോലി ഏത് സമയത്തും നമുക്ക് ആ പഠിച്ച കാര്യത്തിൽ നിന്നൊരു ജോലി കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആ യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളുക. പലരെയും വിചാരം കുട്ടികളൊക്കെ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആവേശത്തിലാണ് സംസാരിക്കുന്നത്. എന്നോട് പലരും സംസാരിക്കുന്നത് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഭയങ്കര ആവേശമാണ്. കാരണം യൂട്യൂബിൽ നിന്നൊക്കെ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ അവരങ്ങ് ചിന്തിച്ച് കൂട്ടുകയാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് അവരെ ഇതിനെ കാണുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇവിടെ നല്ല സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിവിടെ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു മേഖലയാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അത് എന്നെ പേഴ്സണലി ഞാനിത് ഒരു 10-11 വർഷമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഇനിയും പറയാനുള്ളത്, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് വിചാരിക്കുക. പക്ഷേ വ്യൂവും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറി കണ്ടന്റ് ആണോ അപ്ലോഡ് ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്ന അതേ കാറ്റഗറിയിൽ മറ്റ് ക്രിയേറ്റേഴ്സ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ ഓൾറെഡി. അപ്പോൾ അവരുടെ ചാനലുകളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അവരുടെ റീസെന്റ് ആയിട്ട് വൈറലായിട്ടുള്ള വീഡിയോകൾ അല്ലെങ്കിൽ വ്യൂ കൂടുതൽ കിട്ടിയിട്ടുള്ള വീഡിയോകൾ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് അതിനെ കോപ്പി ചെയ്യുക. അതേപോലെ കണ്ടന്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ആ വീഡിയോ റീക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഇനിയും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പോകാം. അപ്പോൾ ഒരു വീഡിയോ ഇട്ടു, ആ വീഡിയോ 10,000 പേര് കണ്ട അല്ലെങ്കിൽ 1,00,000 പേര് കണ്ട, ആ 1,00,000 പേരിലേക്ക് ആ വീഡിയോ എത്തിയുള്ളൂ. അതുകൊണ്ടാണ് അവിടെ നിന്നത്. പക്ഷെങ്കിൽ അത് കാണാൻ താല്പര്യമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഇനിയും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരേ കണ്ടന്റ് റിപ്പീറ്റഡ് ആയിട്ട് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും, മറ്റുള്ളവർ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. കാരണം ഇത് കാണാൻ ആളുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ നല്ല ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുക. അതിൽ ഈ വൈറലായിട്ടുള്ള കണ്ടന്റുകൾ എടുക്കുക. വൈറലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിങ് ടോപ്പിക്സ് എടുത്തിട്ട് അതിനെ വൈറലാക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. ലോങ് ടൈമിൽ നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്തില്ല. പക്ഷെങ്കിൽ എവർഗ്രീൻ ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടെന്ന് നോക്കുക. ആളുകൾ സെർച്ച് ചെയ്ത് വരുന്ന SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. പിന്നെ ഇതിനോടൊക്കെ ഒപ്പം പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങളുടെ വീഡിയോ ഇടുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ ആ ഒരു കണ്ടന്റ്, അതിന്റെ കണ്ടന്റിന്റെ ക്വാളിറ്റി, അതേപോലെ തന്നെ വീഡിയോയുടെ ക്വാളിറ്റി, ഇതൊക്കെ ഒരാളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനത് തുറന്നു നോക്കുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു വാല്യൂ തോന്നണം. ഒന്നുകിൽ ആ വീഡിയോയുടെ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി അതൊക്കെ കാണുമ്പോൾ അവൻ ഇംപ്രസ്ഡ് ആവണം. അതല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടന്റ് കൊണ്ട് ഇംപ്രസ്ഡ് ആണ്. ഏതെങ്കിലും രീതിയിൽ ഒരാളെ ഇംപ്രസ് ചെയ്യാനും എൻഗേജ് ചെയ്യാനും നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് സാധിക്കണം. എന്നെങ്കിലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇനി കുറേ കാര്യങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. വീഡിയോയുടെ ലെങ്ത് കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ദിവസം ഒരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങളോട് ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.